ഒരു സമയത്ത് അമേരിക്ക എങ്ങനെയാണ് ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഈ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഇതേപോലെ ഫോഴ്സിനെ കൊടുത്തത്, അതായത് ബേസുകൾ കൊടുത്ത് സെയിം സംഭവം. അതായത് മനസ്സിലാക്കുക, ഇവരുടെ എല്ലാം നമ്പർ 1 ശത്രുവായിരുന്നു ഇസ്രായേൽ. ഈ രാജ്യങ്ങളെല്ലാം ജോയിന്റ് ആയിട്ട് ഇസ്രായേലിനെതിരെ വാറും ചെയ്തിട്ടുണ്ട് പല ആവർത്തി. ഇന്ന് ആ രാജ്യങ്ങളുടെ സെക്യൂരിറ്റി അവർ ഇസ്രായേലിനെ ഏൽപ്പിക്കാൻ പോവാണ്, ബേസ് കൊടുക്കുകയാണ്. എങ്ങനെയായിരുന്നു അമേരിക്ക, ഇപ്പോഴും എങ്ങനെയാണ് അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റ് അറബ് രാജ്യങ്ങൾക്ക് ആ റോളിലോട്ട് ഇസ്രായേൽ വരികയാണ്. അപ്പൊ ഈ രാജ്യങ്ങളുടെ ആ സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ അതിനകത്ത് പണം കൊടുക്കണം, ഫ്രീ ഒന്നും അല്ല ഇത്. ലോകത്തൊന്നും ഫ്രീ അല്ല. ഇപ്പൊ സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ ഈ രാജ്യത്തിന് ഇത്ര എമൗണ്ട് വെച്ച് എല്ലാ വർഷവും അവര് ഈ രാജ്യത്തിന്, അതായത് ഇസ്രായേലും ആർമിക്ക് കൊടുക്കണം, ഡിഫൻസിന് കൊടുക്കണം. അവർ കൂടുതൽ ആൾക്കാർ, കാരണം അതൊരു വലിയ വരുമാനമാണ് അമേരിക്കയുടെ. ലോകത്ത് പലയിടത്തും ബേസ് ഉള്ളത്. ഇപ്പോഴും അമേരിക്കയുടെ ബേസ് ഉണ്ട് സിറിയയില്. ഈ ബേസിന് പണം കൊടുക്കുന്ന ആര്? ഈ പറയുന്ന അറബ് രാജ്യങ്ങളാണ് കൊടുക്കുന്നത്. അവരാ ബേസ് മാറ്റുക, ഇസ്രായേലിന് ആ ബേസിലോട്ട് പോവുക. ഈ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഹമാസ് കാണിച്ച ഭൂലോക മണ്ടത്തരം എന്ന് Day 1 ഓൺവേർഡ്സ്, October 7 ഓൺവേർഡ്സ് ഞാനിത് പറയുമ്പോൾ പല ആൾക്കാർക്കും പിടികിട്ടിയില്ല. ഈ രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ പോയി കാലയെ പിടിക്കുകയാണ് അതിൻ്റെ ഭരണകർത്താക്കൾ. കാരണം അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഈ രീതിയിൽ പോകാൻ പറ്റത്തില്ല. അതായത് എങ്ങനെയാണ് ലോക പോലീസ് അമേരിക്ക കളിച്ച ഗെയിം ഈ മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യയിൽ ഇസ്രായേലിന് അതിൻ്റെ ഭാഗമാകുകയാണ്. നാളെ ഈജിപ്തിന് ഈ പറയുന്ന സൂയസ് കനാൽ ഈജിപ്തിൻ്റെയാണ്. പക്ഷെ അതിൻ്റെ സെക്യൂരിറ്റി പോലും ഇനി ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കും. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് യമൻ ആണെങ്കിലും ആ വലിയൊരു ട്രാൻസ്പോർട്ട് വെസൽ റൂട്ടുണ്ട് ഈ സൊമാലി ലാൻഡ് ഉൾപ്പെടെയുള്ള ആ ഭാഗത്തോട്ട്. അതെല്ലാം ഇവരുടെ കസ്റ്റഡിയിലോട്ട് പോവുകയാണ്. അപ്പൊ അവിടെ ഫ്രീ ആയിട്ട് സെയിൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന പല കപ്പൽ, അതായത് വെസൽസിന്റെ ആൾക്കാരും ഇതിന്റെ ഷെയർ കൊടുക്കണം. സെക്യൂരിറ്റിയാണ് വലിയ മാറ്റർ എന്ന് പറയുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ത്രട്ട് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്ക്. ആ രാജ്യങ്ങൾക്ക് കാരണം ആ രാജ്യങ്ങളുടെ അവരുടെ ഈ പ്രശ്നം ഷിയ സുന്നി, ആ പ്രശ്നം ഈ പ്രശ്നം, രാജഭരണം, ജനാധിപത്യമില്ല. ഒരു 2 ആഴ്ച മുമ്പ് ഒരാളായിരിക്കും ആളെ പിടിച്ചു മാറ്റി വേറൊരുത്തൻ വരുന്നു. അവർ തന്നെ അലമ്പായിട്ട് പ്രശ്നമായി. അതിന്റെ പേരിൽ ഇവരൊന്ന് തമ്മിലടിയായി. ഇവരെല്ലാം കൂടി ഒരുമിച്ച് ഇസ്രായേലിനെതിരെയായിരുന്നു.